ഇവിടെ ഹീറോയിന് വെറും 13 വയസ്സുള്ളപ്പോൾ കല്യാണം കഴിയാണ്. ഇവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ കുടീനായിരിക്കും. അതുകൊണ്ട് തന്നെ അവൻ 1000 രൂപ കിട്ടാൻ വേണ്ടി ഇവിടെ പ്രോസ്റ്റിറ്റ്യൂട്ട് അടുത്ത് വിട്ടിട്ട് പോകുകയാണ്. അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ ഹീറോയിനാണെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് മാറും. വർഷങ്ങളും കടന്നു പോകും. അങ്ങനെ ഒരു ദിവസം ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരുത്തൻ ഹീറോന്റെ അടുത്തേക്ക് വരികയാണ്. അവൻ സ്വയം പേര് പറഞ്ഞ് ഹീറോയോട് ഇൻട്രൊഡ്യൂസ് ആവാണ്. പക്ഷേ ഇവളാണെങ്കിൽ പേര് പറയുന്നുണ്ടാവില്ല. അങ്ങനെ അവൻ ഇഗ്നോർ ചെയ്തിട്ട് അവിടെ ട്രെയിനിൽ കയറി പോകും. പക്ഷെ അവനാണെങ്കിൽ പിന്നാലെ തന്നെ വന്ന് പേര് ചോദിക്കാൻ തുടങ്ങും. സോ ഹീറോയിനും വേറെ വഴിയില്ലാതെ അവളുടെ പേര് പറയാണ്. എന്നിട്ട് ഇവനാണെങ്കിൽ ഒരു കോൾ ഗേളിനെ കാണാനായിട്ട് ഹോട്ടലിലേക്ക് പോകും. പക്ഷെ ആ സമയത്ത് അവിടെയാണെങ്കിൽ ഹീറോയിനായിരിക്കും ഉണ്ടാവുക. ഹീറോയിനെ കാണുന്ന ഇവനും ഷോക്ക് ആവുകയാണ്. ഇവനെ കാണുന്ന അവളും ഷോക്ക് ആവുകയാണ്. എന്ത് സംസാരിക്കണമെന്ന് അറിയാതെ ഇവർ രണ്ടാളും മിണ്ടാതിരിക്കുകയാണ്. അടുത്ത ദിവസം ഇവനാണെങ്കിൽ വീണ്ടും അവളെ കാണാനായിട്ട് ഹോട്ടലിലേക്ക് വരും. പക്ഷേ ഇപ്രാവശ്യം ഹീറോയിനെ കണ്ടോടനെ അവന്റെ ഇഷ്ടം പറയാണ്. പക്ഷെ ഇവൾക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. ഇവളെ പോലെ ഒരു കോൾ ഗേളിനെ ലവ് ചെയ്യാനായിട്ട് ആരും തന്നെ ആഗ്രഹിക്കില്ല. പക്ഷെ അവനാണെങ്കിൽ വിടാതെ ഇവളുടെ പിന്നാലെ നടക്കാൻ ഒരു ഇടത്തിൽ ഇവൾക്ക് അവന് വലിയ ഇഷ്ടം തോന്നും. അങ്ങനെ ഒരു ദിവസം ഇവൻ അവളെ കാണാനായിട്ട് ഹോട്ടലിലേക്ക് പോയാൽ അവിടെ ആ ലേഡി ആയിരിക്കും ഉണ്ടാവുക. അവിടെയുള്ള ഒരു ചെറിയ പെൺകുട്ടിയോട് അബോർഷൻ ബില്ല് കഴിക്കാനായിട്ട് പറയുന്നുണ്ടാകും. പക്ഷെ അവളാണെങ്കിൽ ഇവനെ കണ്ടോടനെ ഇവനോട് രക്ഷിക്കാൻ പറയാണ്. സോ ഹീറോയും ഇവളെ രക്ഷിക്കാനായിട്ട് നോക്കണം. പക്ഷെ ആ സമയത്ത് ലേഡി ആണെങ്കിൽ നീ കാണാൻ വന്ന പെണ്ണ് വേറെ ആരോടും പോയിട്ടുണ്ടെന്ന് പറയും. അതുമല്ലാതെ ഇവന് മേലെ ദേഷ്യപ്പെടുകയാണ്. പക്ഷെ അടുത്ത ദിവസം ഹീറോ ആണെങ്കിൽ ഹീറോനോട് കല്യാണം കഴിക്കാന്ന് പറയും. അതിന് ഹീറോയിനെ സമ്മതിക്കാൻ അടുത്ത ദിവസം പറഞ്ഞ പോലെ തന്നെ കാണാനായിട്ട് ഓഫീസിലേക്കും പോകും. പക്ഷെ അവിടെ എത്തിയ ശേഷമായിരിക്കും അറിയുന്നുണ്ടാവും അവൻ ഒരു പത്രത്തിലെ റൈറ്റർ ആയിരിക്കും. അവൻ എഴുതിയൊരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുന്ന പറയാണ്. ഹീറോയിനും അത് ഇവളുടെ കഥയാണെന്ന് മനസ്സിലാക്കും. സോ അതിന് വേണ്ടിയായിരിക്കും അവൻ ഇവളോട് അടുപ്പം കാണിച്ചെന്ന് മനസ്സിലാക്കും. ഇതിൽ മനസ്സോടഞ്ഞു പോകുന്ന ഹീറോനാണെങ്കിൽ അവന് ദേഷ്യം ഉണ്ടാകും. പക്ഷെ അവനെ കാണാതെ നടന്നു വരികയാണ്. എല്ലാവരും ഇവളുടെ ബോഡി യൂസ് ചെയ്യുന്ന പോലെ അവനാണെങ്കിൽ ഇവളുടെ ഫീലിംഗ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇതേപോലെ നിങ്ങളെ ആരെങ്കിലും വിശ്വസിപ്പിച്ച് പറ്റിച്ചിട്ടുണ്ടോ എന്ന് കമന്റ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്കും ചെയ്യുക.